ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ഓണാഘോഷം അടിപൊളിയാക്കാണ് കേട്ടോ. അപ്പോൾ ഉത്രാട ദിവസമായിട്ട് എല്ലാവരും നല്ല പൂക്കൾ കുടം അടിച്ചു പൊട്ടിക്കുക, എന്തോ ഉളി അടിക്കണമെന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം ഇതൊന്നും അനാമികയ്ക്ക് പിടിക്കുന്നില്ല. അനാമികയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. പക്ഷെ ആ ദേഷ്യോടെ കാണിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും ആഘോഷിക്കുമ്പോൾ ആഘോഷിച്ചല്ലേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കടിച്ചു പിടിച്ച് നിൽക്കുവാണ്. ഈ സമയം അങ്ങനെ ഓരോരുത്തരായിട്ട് ഉളി അടിക്കുക. അപ്പോൾ നമ്മുടെ നവ്യാണ് ആദ്യം. നവ്യക്ക് അടിക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് അടിക്കുക. ആർക്കും പറ്റിയില്ല. ഈ സമയം അവസാനമായിട്ട് മുത്തശ്ശനടിക്കുക. മുത്തശ്ശനടിച്ചതും ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ അനി ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴത്തേക്കും മുത്തശ്ശൻ ഒറ്റയടി തന്നെ അത് പൊട്ടിച്ചു. അത് കണ്ടതും നമ്മുടെ ആദർശ്, നീ ഇത് മനഃപൂർവ്വം മുത്തശ്ശന് വിട്ടുകൊടുത്തല്ലേടാ? അയ്യോ, ഒരിക്കലും ഇല്ല. ഏട്ടൻ്റെയും മുത്തശ്ശൻ്റെ ഹൈറ്റ് തമ്മിൽ താരതമ്യം ചെയ്, എന്നാലേ ഞാൻ പറയാം. അല്ലെങ്കിൽ ഏട്ടൻ അടിച്ചു പൊട്ടിക്കാൻ പറ്റും. മുത്തശ്ശേരി ഭയങ്കര ഹൈറ്റല്ലേ? അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിൽ നന്ദുവിൻ്റെ അടുത്താണ്. നന്ദുവൊക്കെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നന്ദു ഊഞ്ഞാലാടുമ്പോൾ അച്ഛനമ്മയും വിളിക്കുക. അച്ഛനമ്മ നിങ്ങളും വാ. വേണ്ട മോളെ, ഈ വയസ്സാം കാലത്ത് വാച്ച ഓണമായിട്ട് ഊഞ്ഞാലാടില്ലെങ്കിൽ പിന്നെ എന്തൊരു ഓണം, വന്നേ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ പിടിച്ചെടുത്ത് ഊഞ്ഞാലെ കാട്ടിക്കൊടുക്കുക. മോളെ പതുക്കെ താഴെങ്ങാനും വീണാലേ ഓണം പൊളിഞ്ഞു പോകും. അത് കേട്ടതും ഒന്ന് പോവച്ചാ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അച്ഛ സമാധാനമായിട്ടിരിക്കേ, ഞാൻ പതുക്കിയല്ലേ ആട്ടു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ആട്ടിക്കൊടുത്തോണ്ടിരിക്കുക. ഈ സമയം മുത്തശ്ശി ഊഞ്ഞാലേക്ക് ആടി നല്ല സന്തോഷത്തോടെ അവിടെ ഇങ്ങനെ തകർത്തടിച്ച് പൊളിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ ഇനി മതി, അസുഖങ്ങൾ ഒരുപാടുള്ള ആളാ. ദേ ഓണമായിട്ട് കൊച്ചുമക്കൾ അതൊന്നും നോക്കുന്നില്ല. അതൊന്നും ശ്രദ്ധിക്കാതെ കൊച്ചുമക്കൾ മുത്തശ്ശനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണല്ലേ? അതെ, ഇങ്ങനെ പണിയെടുപ്പിച്ചു കഴിഞ്ഞാലേ മുത്തശ്ശൻ്റെ അസുഖം കൂടും കേട്ടോ. ഞാൻ എന്നാൽ പോയി മുത്തശ്ശനെ കൊണ്ട് റെസ്റ്റ് എടുപ്പിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ആണെങ്കിൽ മുത്തശ്ശിയാണെങ്കിൽ മുത്തശ്ശനെയും കൊണ്ട് അങ്ങ് പോവുക. ഈ സമയം നയന അവിടെ വെക്കുക. മുത്തശ്ശിയെ ചിലപ്പോൾ മരുന്ന് കഴിക്കാൻ മറന്നു പോകും, ഞാനേ ചെന്ന് മരുന്ന് കഴിപ്പിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക. നയന പോയി കഴിഞ്ഞതും ആനി ആദർശേട്ടാ വന്നേ ദേ എനിക്ക് കുറച്ചും കൂടെ കമ്പിത്തിരി ബാക്കിയുണ്ട്, അത് കത്തിക്കണം. ആദർശേട്ട വന്നേ. അങ്ങനെ അവരും പോയി. എല്ലാവരും പോയി കഴിഞ്ഞതും ഒരുത്തിയാണെങ്കിൽ മുത്തശ്ശിയെ സോപ്പിടാൻ കിട്ടുന്ന സമയമൊന്നും പാഴാക്കുന്നില്ല. അവർക്ക് എന്ത് കിട്ടാനാ സോപ്പിട്ടിട്ട് എന്നും നവ്യ ചോദിക്കുക. പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ലല്ലോ അല്ലേ? ഈ തറവാട്ടിലെ സ്വത്ത് സ്വർണ്ണമൊക്കെ തട്ടിയെടുത്ത് മുത്തശ്ശിയുടെ മനസ്സ് പിടിച്ചു പറ്റിയാലല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാം. അത് കേട്ടതും നീ കൂടുതലൊന്നും പറയണ്ട, ഇവിടെ നിന്ന് ഒരു നെക്ലസ് മാല മോഷണം പോയ കഥയൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല എന്നും നവ്യ. അത് കേട്ടതും നമ്മുടെ ജാനകി, നീ ഇപ്പോൾ അവളുടെ സപ്പോർട്ട് പിടിച്ചോ? അവളുടെ സപ്പോർട്ടൊന്നും ഞാൻ പിടിക്കുന്നില്ല. എന്തായാലും ഞാൻ എൻ്റെ അനിയത്തിയെ പറഞ്ഞാൽ എനിക്കത് കേട്ട് നിൽക്കാൻ പറ്റില്ല. നീ എൻ്റെ സ്വന്തമൊന്നുമല്ല എന്ന് എൻ്റെ അനിയത്തി എൻ്റെ കൂടപ്പറപ്പാണ്. അവളെന്തെങ്കിലും പറഞ്ഞാൽ അവൾ എത്ര ദുഷ്ടയാണെങ്കിലും എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഞാനത് സഹിക്കത്തുമില്ല. ഇത്രയൊക്കെയായി. ആദർശേട്ടൻ അവളെ ആദ്യം സ്നേഹിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആദർശേട്ടൻ്റെ സ്നേഹം കൊണ്ടാണ് അവൾ കീഴ്പ്പെടുത്തിയത്. അതുപോലെ മുത്തശ്ശിയെയും പിന്നെ അമ്മായിയെയും ഒക്കെ വല്യമ്മയൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ നീ മാത്രം എന്താ അനയുടെ സ്നേഹം പിടിച്ചു പറ്റാത്തത്? അതിനെന്താ സാധിക്കാത്തത്? അതിന് വേറൊരുത്തി ഉണ്ടല്ലോ, നിങ്ങളുടെ ഏറ്റവും ഇളയ അനിയത്തി നന്ദു, അവളല്ലേ എല്ലാത്തിനും കാരണം. അത് കേട്ടതും അനാമിക, നല്ലൊരു ദിവസമായിട്ട് എൻ്റെ വാലിരിക്കുന്നൊന്നും നീ കേൾക്കണ്ട. നന്ദു എങ്ങനെയുള്ള കുട്ടിയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അനിയാണ് കൂടുതൽ അവളുടെ പിന്നാലെ പോയി അവളെ ശല്യം ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ നന്ദുവിനെ പറ്റി കുറ്റം പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ? ഇനി നീ നന്ദുവിനെ പറ്റി ഒരു അക്ഷരം പോലും പറഞ്ഞു പോരുത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യപ്പെടുക. അത് കേട്ടത് മതി, ഓണമായിട്ട് 4 പേരും കൂടെ ഇങ്ങനെ അടിയിടുവാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകിയും ജലജയും ആ വഴക്ക് മാറ്റുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന മുത്തശ്ശിയെ, ദേ ഓണം ആയതുകൊണ്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അസുഖമുള്ളത് മറന്നു പോവല്ലേ? ഇദ്ദേഹത്തിന് അസുഖമുള്ളതാ, അതൊക്കെ ഒന്ന് ചിന്തിക്കണം. അപ്പം നയന അവിടെ ഒന്ന് നിൽക്കുന്നുണ്ട് മുത്തശ്ശിക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി. ഈ സമയമാണെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നയന അവിടെ തന്നെ നിന്നു, അകത്തേക്ക് ഇപ്പോൾ പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട്. ഈ സമയം മുത്തശ്ശൻ, എടോ വസുന്ധരെ, എനിക്കിപ്പോൾ അസുഖമൊന്നും ഇല്ലല്ലോ. എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഞാൻ ചെക്കപ്പിനൊന്നും പോകാത്തത്. എന്തായാലും അസുഖം മാറിയതുകൊണ്ട് നമ്മളത് വിളിച്ചു പറയാത്തത് നന്നായി. നമ്മൾ ആ കാര്യം
ഇവിടെയുള്ളവരോട് വിളിച്ചു പറഞ്ഞാൽ ഈ കുടുംബത്തിൽ വീണ്ടും വഴക്കും പ്രശ്നങ്ങളും തുടങ്ങും. ഇപ്പോൾ ഈ കുടുംബത്തിൽ വഴക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് പോകുന്നത് എൻ്റെ അസുഖം ഒന്ന് മാത്രം കാരണമാണ്. അതുകൊണ്ട് എൻ്റെ അസുഖം മാറിയ വിവരം ആരും അറിയണ്ട. നേരത്തെയൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങൾ എനിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അസുഖങ്ങളൊന്നും വലുതായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു അസുഖം വന്നപ്പോൾ അത് ഒരു ഭയങ്കര മാരകമായ രോഗമായിപ്പോയി. എത്ര മാരകമായ രോഗമാണെങ്കിലും ആ രോഗമൊക്കെ എന്നെ വിട്ട് പോയില്ലേ? പിന്നെ എന്താ പോയി. പക്ഷെ എന്നാലും ചെറിയൊരു പേടി, ആ രോഗം തിരിച്ചു വരുമെന്ന്. ഇനി ഒരിക്കലും ആ രോഗം തിരിച്ചു വരില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പം നയന, അമ്പടെ കള്ള മുത്തശ്ശ, അപ്പം എല്ലാം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് ഞങ്ങളെ പറ്റിക്കുമായിരുന്നു അല്ലേ? നാളെ തിരുവോണാവട്ടെ, ഞാൻ ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് നയന അവിടെ വന്ന് നേരെ മുറിയിലേക്ക് പോവുക. ഈ സമയം ആദർശ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആദർശേട്ടാ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ നയനെ, നീ പ്രഗ്നൻ്റ് ആയോ? ഒന്ന് പോ ആദർശേട്ടാ. അതൊന്നുമല്ല, വേറൊരു ഗുഡ് ന്യൂസാ, ഇതിനേക്കാളും വലിയ ഗുഡ് ന്യൂസ്. എന്താ അത്? എന്താണല്ലോ പറ. അതെന്തായാലും ഉത്തരാടമായിട്ട് ഞാൻ പറയില്ല, നാളെ തിരുവോണമാവട്ടെ. അങ്ങനെ തിരുവോണ ദിവസം പറഞ്ഞാലേ ഇതിന് മധുരം കൂടൂ. അത് കേട്ടതും എൻ്റെ നയനെ, ഒന്ന് പറ നയനെ, ഇങ്ങനെ മനസ്സിൽ സസ്പെൻസ് തരാതെ. അത് കേട്ടതും അതൊന്നും ഞാൻ പറയില്ല, എന്തായാലും ഞാൻ നാളെ പറയൂ. എല്ലാവരും കേൾക്കാനുള്ള കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു തന്നെ, പോ ആദർശേട്ടാ. അതൊന്നുമല്ല, ഇത് കാര്യം വേറെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക. എന്താണെന്ന് പറയാന്ന് പറയില്ലെന്ന് പറഞ്ഞില്ലേ, എന്നാലേ ഞാനത് കണ്ടുപിടിക്കും. എന്നാ ആദർശേട്ടൻ തോറ്റു പോകത്തേ ഉള്ളൂ. ഞാൻ പറയില്ല, ഞാൻ നാളെ എല്ലാവരുടെ മുന്നിൽ വെച്ചേ അത് പറയൂ. എന്നാൽ പിന്നെ നാളെ വരെ കാത്തിരിക്കാം. കാത്തിരിക്കണം, എന്നാലേ അത് പറയാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ സന്തോഷത്തോടെ അവിടെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന അനിയാണ്. ഞാൻ അവൾക്കൊരു കോടി എടുത്തു കൊടുത്തിട്ട് അത് കൊടുത്ത് അവൾ ഫോട്ടോ എടുത്ത് അയച്ചു തന്നില്ലല്ലോ. എന്നാലും അവൾ ചെയ്യുന്നത് വലിയ തെറ്റല്ലേ? അതെന്താ അവൾ ഫോട്ടോ അയച്ചു തരാത്തത്? അവളുടെ ഫോട്ടോയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന് അവൾക്ക് അറിയില്ലേ? എന്നാലും ഭയങ്കര സാധനം അവൾ, ഭയങ്കര അഹങ്കാരം അവൾക്ക്. ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ ഇത്ര കഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരിക. നന്ദുവിൻ്റെ മെസ്സേജ് ആയിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് തന്നെ നോക്കുക. വിഘ്നേഷ് ആണല്ലോ. നിൻ്റെ ഒന്നും മെസ്സേജ് അല്ലടാ എനിക്ക് വേണ്ടത്, എൻ്റെ പെണ്ണിൻ്റെ മെസ്സേജാ. അവളൊരു മെസ്സേജ് അയച്ചാൽ അതിനു വേണ്ടി കാത്തിരിക്കുവാ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ സമയം നന്ദുവിനെ കാണിക്കുന്നത്. നന്ദു ആണെങ്കിൽ കണ്ണാടിയിൽ നോക്കി ഭയങ്കര സന്തോഷത്തോടെ തന്നോട് തന്നെ സംസാരിക്കുക. എന്നാലും അവനെടുത്ത് തന്ന ഈ സാരി എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എന്തൊരു ഭംഗിയാ. സത്യം പറഞ്ഞാൽ എന്നെ മനസ്സിൽ കണ്ട് തന്നെയാണ് അവൻ ഈ സാരി എടുത്തത്. ഫോട്ടോ എടുക്കാം എന്നും ആലോചിച്ചുകൊണ്ട് നന്ദു കുറേ സെൽഫി എടുക്കുക. അതിനുശേഷം അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക, അവനല്ലേ എനിക്ക് കോടി എടുത്ത് തന്നത്, അവൻ ഈ സാരി ഞാൻ എടുത്ത് കാണാൻ വേണ്ടിയല്ലേ എനിക്ക് ഈ കോടി തന്നത്. അങ്ങനെയുള്ളപ്പോൾ അവനൊരു ഫോട്ടോ അയച്ചു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ വേണ്ട, ഈ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പിന്നെ അത് നാളെ വേറെ എന്തെങ്കിലും പ്രശ്നമായ എന്ത് ചെയ്യും? ചിലപ്പോൾ ഫോട്ടോ കാണുന്നത് ആ രാക്ഷസിയായിരിക്കും. അതുകൊണ്ട് വേണ്ട എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു അവിടെ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം അനി, എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കുക, എന്നിട്ട് അവളൊരു ഫോട്ടോ പോലും അയച്ചു തരുന്നില്ല, ഭയങ്കര സാധനം തന്നെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനിയും ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരെ പരപരാ വെളുത്തു. തിരുവോണ ദിവസം എല്ലാവരും പൂക്കളം ഇട്ടും സന്തോഷത്തോടെയൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിക്കുക. അപ്പോഴാണെങ്കിൽ നമ്മുടെ ആദർശ് പറയാ, കഴിഞ്ഞ കൊല്ലം അമ്മ നയന പൂക്കളം ഇട്ടപ്പോൾ നയനയുടെ പൂക്കളത്തെ കുറ്റം പറഞ്ഞ് മാറി നിൽക്കുമായിരുന്നു. കഴിഞ്ഞ കൊല്ലം എൻ്റെ മരുമോൾ എനിക്ക് ശത്രു, ഈ കൊല്ലം എനിക്ക് ഒരിക്കലും പിരിയാൻ പറ്റാത്ത എൻ്റെ സ്വന്തം പൊന്നു മോള. അത് കേട്ടതും അനാമികയ്ക്ക് ദേഷ്യം ഇങ്ങനെ പെരുത്ത് കയറുക. പിന്നെ അവരുടെ ഒരു സ്വന്തം മോള് കണ്ടാൽ മതി. ഇവരെയൊക്കെ എങ്ങനെയാ ഈശ്വര തമ്മിൽ തല്ലിക്കുന്നത്? എങ്ങനെയെങ്കിലും തമ്മിൽ തല്ലിച്ച് ഇവരെയൊക്കെ ഇവിടെ നിന്നും പിരിക്കണം, എന്നിട്ട് അനന്തപുരി തറവാട് 4 വെട്ടി മുറിക്കണം. അതെങ്ങനെയാ? ഇവിടെ ഒരു രാജാവുണ്ടല്ലോ, ആ രാജാവ് നാട് നീങ്ങാതെ ഒരു കാര്യവും നടക്കില്ല. ഇവിടുത്തെ ആ പരട്ടക്കിളവൻ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ തറവാട് ഇളക്കി മറിക്കായിരുന്നു. എന്ത് ചെയ്യാനാ, ഈ കിളവൻ ഇന്നൊന്നും നാട് നീങ്ങില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും വരിക. അപ്പോൾ പൂക്കളിടുന്ന പരിപാടി തുടങ്ങിയോ? അതെ അച്ഛനും അമ്മയും പറ, പൂക്കളം എങ്ങനെയുണ്ട്? അത് കേട്ടതും കഴിഞ്ഞ കൊല്ലത്തെക്കാളും അടിപൊളിയായിട്ടുണ്ടല്ലോ. അത് പിന്നെ ഈ ലോകത്തെ ഏറ്റവും നല്ല ഡിസൈനർ അല്ലേ പൂക്കളം ഇടുന്നത്, അപ്പം പിന്നെ മോശമാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കുക. ദേവയാനി, കഴിഞ്ഞ കൊല്ലം നിനക്ക് ഓർമ്മയുണ്ടോ? നയന മോള് പൂക്കളം ഇട്ടപ്പോൾ നീ മാറി നിൽക്കുമായിരുന്നു. അത് പിന്നെ എനിക്കറിയില്ലല്ലോ അച്ഛാ എൻ്റെ മോള് എങ്ങനെയുള്ളവളാണെന്ന്, എൻ്റെ മോളുടെ മനസ്സെന്താണെന്ന്. എന്നാൽ ഇപ്പം എനിക്കെല്ലാം മനസ്സിലായില്ലേ? ഈ ഓണത്തിലും ഞാൻ പറയുക, എൻ്റെ മോളുമായിട്ട് പിരിയുന്ന ഒരു ദിവസം വന്നാൽ അതെൻ്റെ മരണമായിരിക്കും. ഒരിക്കലും എൻ്റെ മരുമോളെ ഞാൻ തള്ളി പറയില്ല, അവളെ ഞാനിനി മാറ്റി നിർത്തത്തുമില്ല. അവൾ എൻ്റെ കൂടെ തന്നെ എന്നും ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി ഇങ്ങനെ നിൽക്കുക. ഈ സമയം നന്ദുവിനെയും
കനകയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നന്ദുവാണെങ്കിൽ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുക. ആ എല്ലാ കൊല്ലവും പൂക്കളം ഇടുമ്പോൾ ചേച്ചി ഉണ്ടാവും, ഈ കൊല്ലം ചേച്ചിയില്ല. ചേച്ചി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഈ പൂക്കളത്തിൽ കാണാനും ഉണ്ട്. ഷു എന്നാലും ചേച്ചി ഇടുന്ന പൂക്കളത്തിൻ്റെ അത്രയൊന്നും വരില്ല. ആ അതെ, നിന്റെ ചേച്ചിയെ പൂക്കളം ഇടാൻ പഠിപ്പിച്ചതൊക്കെ ഞാനാ. അയ്യടാ, അമ്മ ഞങ്ങളുടെ അമ്മയായിരിക്കും. പൂക്കളം ഇടാൻ ചേച്ചിയെ പഠിപ്പിച്ചത് അമ്മയാണെന്നൊന്നും പറയണ്ട. ആർട്ട് ഗാലറിയിലെ ജ്വല്ലറിയും പൂക്കളം ഇടുന്ന കാര്യങ്ങളൊക്കെ ചേച്ചി മിടുക്കിയായിട്ട് ചേച്ചിയുടെ സ്വന്തം കഴിവുകൊണ്ട് ചെയ്യുന്നതാ, പാചകം പോലും എന്നൊക്കെ പറയുക. അത് കേട്ടതും ആഹാ, അപ്പം അങ്ങനെയായോ? ആ ഇപ്രാവശ്യം ഓണപ്പൂക്കളമായിട്ട് ചേച്ചിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. ചേച്ചി ഇല്ലെങ്കിലും നമ്മൾ സൂപ്പറായിട്ട് പൂക്കളം ഇടുമെന്ന് ചേച്ചിയെ മനസ്സിലാക്കിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുക. ഈ സമയം അനന്തപുരിയിൽ എന്നാ പിന്നെ പൂക്കളം ഇട്ടതല്ലേ, വാ എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാം എന്നും ആദർശ്. അത് കേട്ടതും അനാമിക മാറി നിൽക്കുക. അപ്പം ജാനകി, വാ മോളെ, അച്ഛനും അമ്മയും ഉള്ളതല്ലേ, നമ്മൾ മാറി നിന്നാ അവർക്കത് സംശയവും, മോള് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അനാമികയും വിളിച്ചുകൊണ്ട് ഫോട്ടോയിൽ നിൽക്കുക. അങ്ങനെ എല്ലാവരും കൂടെ സെൽഫിയൊക്കെ എടുത്ത് സന്തോഷത്തോടെ ആ ഫോട്ടോയൊക്കെ നോക്കി അങ്ങനെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും ഭയങ്കര അടിച്ചു പൊളിച്ചൊക്കെ തിരുവോണം ഗംഭീരമാക്കുവാണ്. ഈ സമയമാണെങ്കിൽ നന്ദു പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പൂക്കളത്തിൻ്റെ പണിയാണെങ്കിൽ കഴിയുന്നില്ലല്ലോ അമ്മ പൂക്കളം ചെറുതായിപ്പോയോ അമ്മേ? ഏയ് ഇല്ല മോളെ, നന്നായിട്ടൊക്കെ തന്നെയുണ്ട്, നയന ഇടുന്ന പോലെ തന്നെയുണ്ട്, നല്ല രസമുണ്ടെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരിക. ആരായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് നന്ദു ഓടിപ്പോയി മെസ്സേജ് എടുത്ത് നോക്കുക. ആഹാ, ദേ അമ്മേ, അനന്തപുരി തറവാട്ടിലെ പൂക്കളം നോക്കി. അത് കണ്ടതും നമ്മുടെ കനകയും ഗോവിന്ദനും ഓടി വരിക. എവിടെ മോളെ, എവിടെ നോക്കട്ടെ. അങ്ങനെ അവർ നോക്കുമ്പോൾ ഷെടാ, ഇതൊരു ഒന്നൊന്നര പൂക്കളമായി പോയല്ലോ. അത് പിന്നെ ചേച്ചിയല്ലേ ഇട്ടത്. ഞാൻ കരുതി ഇപ്രാവശ്യത്തെ പൂക്കളം നമ്മൾ വലുതായിട്ടിട്ട് നമ്മൾ ജയിക്കുന്ന, പക്ഷെ തോപ്പിച്ചു കളഞ്ഞു, എൻ്റെ ചേച്ചി എന്നെ തോപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കുക. എടാ നന്ദുട്ട, അങ്ങനെ നമ്മൾ തോറ്റു പോകുമൊന്നുമില്ല, നമുക്ക് വിടാൻ വലിയ പൂക്കളം. വന്നേ വന്നേ, നമ്മൾ രണ്ടുപേരും കൂടെ ഒത്തുപിടിച്ചാൽ ഉറപ്പായിട്ടും മല വരെ വരും. വാ വാ, അമ്മയും കൂടെ കൂടാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ചിരിച്ചും കളിച്ചും തമാശയൊക്കെ പറഞ്ഞ് പൂക്കൾ ഇത്തിരിയും കൂടെ മെച്ചപ്പെടുത്താനുള്ള തയ്യാറെടുപ്പില്ല. ഈ സമയം അനന്തപുരിയിലാണ് കാണിക്കുന്നത്. എല്ലാവരും പൂജാമുറിയുടെ മുൻപിൽ നിൽക്കുക. അപ്പോൾ നമ്മുടെ നയന ഭയങ്കര സന്തോഷത്തോടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഭഗവാന്റെ മുന്നിൽ നിന്ന് തൊഴുതുക. എൻ്റെ ഭഗവാനെ, ഈശ്വര, എൻ്റെ മുത്തശ്ശൻ്റെ രോഗം അത് പൂർണ്ണമായിട്ട് മാറി, സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. ഈ സന്തോഷം ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. കാരണം മുത്തശ്ശൻ്റെ അസുഖം ഈ വീട്ടിൽ എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു ഭാരമായിരുന്നു. മുത്തശ്ശന് ഒരിക്കലും അസുഖം വരരുതേ എന്ന് പ്രാർത്ഥിച്ചവരൊക്കെ മുത്തശ്ശന് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ മുത്തശ്ശൻ്റെ അസുഖം ഭേദമാവാൻ പ്രാർത്ഥിച്ചു. ചില നല്ലവരും ചീത്തവരൊക്കെ ഈ വീട്ടിനകത്തുണ്ട്. നല്ലവരുടെ പ്രാർത്ഥന മുഴുവനും മുത്തശ്ശൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചത് മുത്തശ്ശൻ അനന്തപുരി തറവാട്ടിൽ നിന്നും എന്നേക്കുമായി പിരിഞ്ഞു പോകണമെന്നായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാതെ ഞങ്ങൾ നല്ലവരായവരുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് എൻ്റെ വിഘ്നേശ്വര, എൻ്റെ മുത്തശ്ശനെ ജീവിതത്തിലേക്ക് തിരിച്ചു തന്നല്ലോ. എൻ്റെ മുത്തശ്ശൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല. പൂർണ്ണ ആയുസ്സോടെയും ആരോഗ്യത്തോടെയും മുത്തശ്ശൻ ഞങ്ങളോടൊപ്പം ഇനിയും കുറേ വർഷം ജീവിക്കുമെന്നുള്ള സന്തോഷവും വിശ്വാസവും എനിക്ക് വന്നു. എൻ്റെ വിഘ്നേശ്വര, നിന്നെ മോടി പിടിപ്പിച്ചത് ഞാനാ. അതിനുശേഷം നിന്നെ മോടി പിടിപ്പിച്ച എന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചത് നീയാ. അങ്ങനെയുള്ളപ്പോൾ ഈ വീട്ടിലെ കാർന്നോരാ മുത്തശ്ശൻ. ആ മുത്തശ്ശൻ്റെ ആയുസ് പിടിച്ചു നിർത്തേണ്ടതും ആ മുത്തശ്ശനെ ജീവിതകാലം മുഴുവനും കാത്തുകൊള്ളേണ്ടതും നിന്റെ ഉത്തരവാദിത്വമാണ് ഭഗവാനെ. എന്നും നീ കൂട്ടായിരിക്കണേ, കൂടെ ഉണ്ടായിരിക്കണമേ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം എല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം നയന എല്ലാവർക്കും ഇത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും തൊട്ട് തൊഴുതതിന് ശേഷം നയന അതവിടെ വെച്ചു. അതെ, ഇന്ന് തിരുവോണ ദിവസമായിട്ട് എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അത് കേട്ടതും അതെന്താ മോളെ എന്നും നമ്മുടെ ദേവയാനി. അതൊക്കെ പറയാം. ആ ഗുഡ് ന്യൂസ് ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും. അത് കേട്ടതും ഇപ്പം ഞങ്ങൾക്ക് കാര്യം പിടികിട്ടി. എന്തായാലും മോളിനി അത് പറയണ്ട എന്നും പറഞ്ഞോട്ട് മുത്തശ്ശി ദേവയാനിയോട് ചോദിക്കുക. ദേവയാനി, മോൾക്ക് ഇന്നലെ മനം പുരട്ടലോ ഛർദിലോ വല്ലതും ഉണ്ടായോ? അത് കേട്ടതും അനാമികയും ജാനകിയും ഞെട്ടുക. ഈശ്വര, ഇവള് പ്രഗ്നൻ്റ് ആണോ എന്നും ആലോചിച്ചുകൊണ്ട് ഒപ്പം ജലജയും. ഇപ്പം നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാവുക. അതൊന്നും അല്ലെന്നേ, ഞാൻ പറയാൻ പോകുന്ന സന്തോഷമുള്ള കാര്യം അതല്ല. അപ്പം മുത്തശ്ശി, പിന്നെ എന്താ? എനിക്ക് മനം പുരട്ടലോ തല കറക്കോ ഛർദിയോ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കിപ്പോൾ ചന്തുമോളുണ്ടല്ലോ, അതുകൊണ്ട് മറ്റൊരു കുഞ്ഞിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാതിരിക്കുന്നൊന്നുമില്ല. പക്ഷെ അതൊക്കെ ദൈവം തരുമ്പോൾ തരട്ടെ. എന്താ, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞാൽ എല്ലാവരും
ഊഹിക്കുന്നതിനേക്കാൾ ഡബിൾ മടങ്ങ് സന്തോഷമുള്ളൊരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ നയനെ, ഇന്നലെ മുതൽ നീ ഈ സർപ്രൈസ് തരാൻ തുടങ്ങിയതാ. എന്താന്ന് പറഞ്ഞാലല്ലേ എല്ലാവർക്കും ഒരു സന്തോഷമാവും. അതെ, നമ്മുടെ ഈ മുത്തശ്ശനുണ്ടല്ലോ, നമ്മുടെ ഈ മുത്തശ്ശനൊരു രോഗം വന്നു എന്നാ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ആ രോഗം ഒരിക്കലും ഭേദമാവില്ലെന്ന്. മുത്തശ്ശൻ്റെ അസുഖം ഒന്നും മാറാതെ മുത്തശ്ശൻ നമ്മളെ വിട്ടു പോകുമെന്നുള്ള പേടി നമുക്ക് എല്ലാവർക്കും ഉണ്ടോ താനും. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്നും പ്രാർത്ഥിക്കാറില്ലേ? എന്നാലേ ഇനിയും പ്രാർത്ഥിക്കണം മുത്തശ്ശൻ്റെ ആരോഗ്യത്തിന് വേണ്ടി. മുത്തശ്ശൻ്റെ അസുഖം മാറാൻ വേണ്ടിയല്ല, എന്നും മുത്തശ്ശൻ നമ്മളോടൊപ്പം ഉണ്ടാവാൻ വേണ്ടി. എന്നും മുത്തശ്ശൻ പൂർണ്ണ ആരോഗ്യത്തോടെ നമ്മളോടൊപ്പം ഇതുപോലെ തന്നെ നിൽക്കാൻ വേണ്ടി. എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. മുത്തശ്ശനെ ഒരസുഖവും ഇല്ല, എല്ലാ അസുഖവും മാറിക്കഴിഞ്ഞു എന്നും നമ്മുടെ നയന. അത് കേട്ടതും മുത്തശ്ശൻ ഞെട്ടലോടുകൂടെ നയനെ നോക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.